കോൺഗ്രസ് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡനവും നിർബന്ധിത ഗർഭഛിദ്രവും സമർപ്പിച്ച കേസ് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ നടുക്കിയിരിക്കുകയാണ്. പരാതിക്കാരിയായ യുവതി സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകളും വിശദമായ മൊഴിയും അടിസ്ഥാനമാക്കി വലിയമല പോലീസ് ബലാത്സംഗം, ദേഹോപദ്രവം, നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ തുടങ്ങി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് കേസ് കുറ്റം നടന്നതായി ആരോപിക്കുന്ന നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തു. യുവതിയുടെ മൊഴിപ്രകാരം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പിന്നീട് ഗർഭിണിയായ വിവരം അറിയിച്ചതിന് പിന്നാലെ സുഹൃത്തു മുഖേന ഗർഭഛിദ്ര ഗുളികകളെത്തിച്ചു വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്തി ഗുളിക കഴിപ്പിച്ചു എന്നുമാണ്. അതിനുശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടെന്നും പറയുന്നു. യുവതി സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെ സമീപിച്ച വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേസമയം കേസ് പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായി ഫോൺ സ്വിച്ച് ഓഫ് ആയതും കേരളം വിട്ടിരിക്കാമെന്നും പോലീസ് സംശയിക്കുന്നു. രാഹുലിനെയും സുഹൃത്ത് ജോബി ജോസഫിനെയും കണ്ടെത്താൻ അന്വേഷണ സംഘങ്ങൾ തിരുവനന്തപുരത്തും പാലക്കാട്ടും പത്തനംതിട്ടയിലും പരിശോധന തുടരുകയാണ്. കേസ് മുൻകൂർ ജാമ്യം നേടാൻ എം.എൽ.എ നിയമോപദേശം ആരംഭിച്ചതായും പറയപ്പെടുന്നു. ഹൈക്കോടതിയിലോ സെഷൻസ് കോടതിയിലോ ഹർജി സമർപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതേസമയം യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് തന്നെ എടുത്തേക്കാനാണ് പോലീസ് ശ്രമം. തെളിവുകൾ ശേഖരിക്കുന്നതിനായി മെഡിക്കൽ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അന്വേഷണം ശക്തമായി തുടരുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.